അതെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വ്ളോഗാണ്. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. രാവിലെ എണീറ്റതും ചെയ്യുന്ന പണി, അരി ഉഴുന്നും നമ്മൾ തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അതൊന്ന് അരയ്ക്കാൻ ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ പണിയെടുത്ത് ഫീൽ ഉണ്ടാവില്ല. രാവിലത്തെ പണിയോടൊപ്പം തന്നെ ഈ പണിയും ചെയ്ത് കിട്ടും. പിന്നെ ചായ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ആദ്യം ചായ വെച്ച് കുടിച്ചിട്ടേ ബാക്കി പണിയുള്ളൂ. പിന്നെ ഇവിടെ ഓട്സ് രാവിലെ കഴിക്കും, അപ്പോൾ അതും വെച്ച്. ഇനി അടുത്തത് ചോറിനുള്ള പണി. അതവിടെ അടുപ്പൊക്കെ തീയൊക്കെ കത്തിച്ച് അതവിടെ ആയിക്കോളും. പിന്നെ ഗ്രൈൻഡറിൽ ആദ്യം നമ്മൾ ഉഴുന്നാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അരി ഒന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ ഇടയിലാണ് കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടാക്കാനുള്ള ആവശ്യം വന്നത്. അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിനുള്ള പണി ആണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സെയിലിനൊന്നുമല്ല. അപ്പോൾ മോൾഡൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ 3-4 തവണ ഒന്ന് കഴുകി തുണി കൊണ്ട് നന്നായി ഒന്ന് മോൾഡ് ഡ്രൈ ആക്കിയെടുക്കണം. നല്ല ചൂടായ കാരണം ചോക്ലേറ്റ്സ് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ കുറച്ച് മെൽട്ടായിട്ടുണ്ട്. ശരിക്കും റൂം ടെമ്പറേച്ചറിൽ ചോക്ലേറ്റ് മെൽട്ടാവാറില്ല. ഇപ്രാവശ്യത്തെ ചൂട് അത്രയ്ക്ക് ഉണ്ടല്ലോ, അപ്പോൾ കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലായിട്ടുണ്ട്. പിന്നെ പെട്ടെന്നായതുകൊണ്ട് നമ്മൾ ചോക്ലേറ്റ്സിന് ഫില്ലിങ് കൊടുക്കാൻ കുറച്ച് ബിസ്ക്കറ്റ് പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ ഫില്ലിങ് ആയി കൊടുക്കുന്നത്. സമയമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഞാൻ ഈ അടുപ്പിൻ്റെ സൈഡിലാണ് നമ്മൾ ചോക്ലേറ്റ് മെൽട്ടാക്കാൻ വെച്ചത്. നന്നായി തന്നെ മെൽട്ടായി കിട്ടും. അങ്ങനെ ചൂട് വെള്ളത്തിൻ്റെ മേലെ വെക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. അടുപ്പുള്ളവർക്ക് ഇങ്ങനെ മെൽട്ടാക്കിയെടുക്കാം. ഇനി വെയിൽ വരുമ്പോഴേക്കും നമ്മുടെ അരി വറ്റൽ കൊണ്ടാട്ടം കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടി ഒന്ന് ഉണക്കണം. അത് മേലെ കൊണ്ടുവയ്ക്കണം. ഇതിപ്പോൾ 2ാമത്തെ ട്രിപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. കോമ്പൗണ്ട് ചോക്ലേറ്റിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് പിന്നെ ഇവിടെ തലേദിവസത്തെ ചപ്പാത്തി ബാലൻസ് വന്നാൽ കഴിക്കുന്നത് ഇങ്ങനെ കുറച്ച് തേൻ സ്പ്രെഡ് ചെയ്ത് റോൾ ചെയ്ത് കഴിക്കും. പിന്നെ രാവിലത്തെ തിരക്കിനത് മതിയല്ലോ. പിന്നെ ചോക്ലേറ്റ്സ് ഫുള്ളായി ഉണ്ടാക്കി ബോക്സിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും നമ്മളുടെ ഗ്രൈൻഡറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ മാവ് പകുതി എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഇനി അടുത്ത പണി, കുറച്ച് പച്ചമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബിൽ കണ്ട് ചെയ്യാൻ തോന്നിയ ഒരൈറ്റമാണ് മാങ്ങാത്തര അല്ലെങ്കിൽ ആം പാപ്പട്. ഈ മാങ്ങാത്തര ഇവിടെ അങ്ങനെ ഫെമിലിയർ ഒന്നുമല്ല. ആം പാപ്പടിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ എനിക്കും ചെയ്യാനൊരാഗ്രഹം. അപ്പോൾ അത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതല്ലേ, അപ്പോൾ വൈകിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അത് പറ്റില്ല. അപ്പോൾ ചോറിന് കറികളൊക്കെ വെക്കുന്നതിന് മുന്നേ തന്നെ ഈ പണി ചെയ്ത് മാങ്ങ പീസസ് ആക്കി കട്ട് ചെയ്ത് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൂടെ തന്നെ ഫ്ലേവറിന് വേണ്ടി ഒരു പീസ് പട്ടയും പിന്നെ 5-6 കുരുമുളകും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിനെ അരിച്ചെടുത്ത് വീണ്ടും പാൻ വെച്ച് അതിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ചാറ്റ് മസാലയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ഒക്കെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ അതവിടെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ച് നമ്മൾ സാമ്പാറിനുള്ള പണി സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അത് ചൂടാറേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ചൂടോടുകൂടി തന്നെയാണ് ഈ പ്ലേറ്റിൽ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതെനിക്കെന്തോ മറന്നുപോയി. കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഫിനിഷിങ് കുറവായിരുന്നു. ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ. ഇതായി ഇങ്ങനെ തിന്നായി ഒഴിച്ചു കൊടുത്ത് മേലെ നമ്മൾ വെയിലത്ത് കൊണ്ടുവച്ചു. സാമ്പാറിനുള്ള മുരിങ്ങക്കായൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ദിവസം കേടാവാതെ ഇരുന്നോളും. കട്ട് ചെയ്യാതെ വെറുതെ വെച്ചാൽ അത് പെട്ടെന്ന് വാടിപ്പോകും. പിന്നെ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ സാമ്പാർ പൊടിയൊന്നും വാങ്ങിക്കാറേ ഇല്ല. ഇങ്ങനെ വറുത്തരച്ച സാമ്പാർ തന്നെയാണ് വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല മടിയാണ് വെക്കാൻ. ഇനി കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി വറുത്തെടുത്താൽ നമ്മുടെ ഉച്ച വരെയുള്ള പണി സെറ്റായി.